السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان أهل الدين والقرآن ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. وقد قال النبي صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم لا يضلونكم ولا يفتنونكم إياكم وإياهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل ناصرين يا مطلب الحاجات عبد القادرين. സമാദന്യരായ പണ്ഡിത മഹത്തുക്കളെ, അഭിമന്യരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടുപോയതൊക്കെ പിന്നെ അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ജിന്നും മുജാഹിദും പരിണാമങ്ങളുടെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ ഒക്ടോബർ 5 മുതൽ ഡിസംബർ 5 വരെ സംസ്ഥാന വ്യാപകമായി SKS ആദർശ വിങ് ഇസ്തിഖാമ ഒരു ക്യാമ്പയിൻ ആചരിച്ചു വരികയാണ്. ഒക്ടോബർ 5-ാം തീയതി മണ്ണാർക്കാട് വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ സാരഥി ശൈഖുന ചെറുശ്ശേരി സയ്യിദ് മുസ്ലിയാറിന് അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകൾ ഉദ്ഘാടനത്തോടുകൂടെ ആരംഭിച്ച ക്യാമ്പയിൻ ഇന്ന് എല്ലാ ഭാഗങ്ങളിലും വളരെ സജീവമായി നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി വേങ്ങര മേഖല സംഘടിപ്പിച്ച ആദർശ മുഖാമുഖത്തിലാണ് നാം എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിശ്ചയിക്കപ്പെട്ട സമയം വിഷയാവതരണം നടത്തി ഉടൻ തന്നെ മുഖാമുഖത്തിലേക്ക് സംശയ നിവാരണത്തിലേക്ക് കടക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ ക്യാമ്പയിൻ, അതോടൊപ്പം തന്നെ മുമ്പൊരിക്കൽ ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാർ ഒരു ആദർശ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിമീങ്ങൾക്കിത് ശിർക്കാരോപിച്ചുകൊണ്ട് ചില ആളുകൾ നിരന്തരമായി പല പരിപാടികളും സംഘടിപ്പിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുക്കുക എന്ന വളരെ നല്ല ലക്ഷ്യത്തോടുകൂടെയാണ് അന്ന് നാം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് ആ സമ്മേളനത്തിൽ നാം പറഞ്ഞിരുന്നു, ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് വേദികെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് പകരം പരസ്പരം നമുക്കിരുന്ന് ചർച്ചയാവാം. ഇരുപക്ഷത്തെയും പണ്ഡിതന്മാരിരുന്ന് പരസ്പരം ചർച്ചയാവാം, ആളുകൾ സത്യം മനസ്സിലാക്കട്ടെ, അതാണ് നല്ലത് എന്ന് നാം പറഞ്ഞിരുന്നുവെങ്കിലും ഖേദകരമെന്ന് പറയാം, പല കാരണങ്ങൾ പറഞ്ഞ് സംവാദമുഖത്തുനിന്നവർ മാറി നിൽക്കുന്ന ദയനീയമായ രംഗമാണ് നാം കണ്ടത്. അത് ഇവിടെയെന്നല്ല, കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടന SKSS, അതിന്റെ ആദർശ വിങ് ഇസ്തിഖാമ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു. അവിടെയെല്ലാം വളരെ മാന്യമായി, യാതൊരു പ്രകോപനവുമില്ലാതെ, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, വളരെ സ്നേഹത്തോടുകൂടെ വളരെ മാന്യമായ രീതിയിൽ സംവാദത്തിന് ക്ഷണിച്ചപ്പോഴൊക്കെ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രംഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ സംവാദത്തിന് തയ്യാറല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്കിടയിലെ തെറ്റിദ്ധാരണ തീർക്കാൻ ഒരു സംരംഭം സംഘടിപ്പിക്കാമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാർ തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു സംരംഭം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെല്ലാം രേഖാമൂലം കത്തുകൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ രേഖാമൂലം കത്തുകൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ട്. ഈ വേദിയിലേക്ക് വരാൻ അവരോടെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വരാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്,
ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്ക് മാന്യമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ, ആരെയും പ്രകോപിപ്പിക്കാതെ, ആരെയും അല്പം പോലും വേദനിപ്പിക്കാതെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, അതിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ തനതായ രീതിയിലും ശൈലിയിലുമായി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് മറുപടി നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് ആമുഖമായി ഈ ശബ്ദം പുറത്തുനിന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ നിർത്താനുള്ളത്, നിങ്ങൾ ഈ സദസ്സിലേക്ക് ഒന്നിരിക്കണം. നിങ്ങൾ ഈ സദസ്സിലേക്ക് ഒന്നിരിക്കണം. ഈ സദസ്സിൽ ഒന്നിരിക്കാനും ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങൾ കേൾക്കാനും കാണാനും ഉൾക്കൊള്ളാനും, എന്നിട്ടും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ വളരെ മാന്യമായ സംശയം ചോദിക്കാനും നിങ്ങൾ സന്നദ്ധരാകണമെന്ന് ആദ്യമായി വളരെ സ്നേഹത്തോടെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ നല്ല രീതിയിലായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മുഖാമുഖ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ കേരളത്തിൽ ഒട്ടേറെ സ്ഥലത്ത് മുഖാമുഖം നടക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും അവരുടെ കോട്ടയായിട്ട് അവർ പരിചയപ്പെടുത്തുന്ന ഇടത്തനാട്ടൂരിലെ കോട്ടപ്പള്ളയിൽ പോലും നമ്മൾ പോയി മുഖാമുഖം നടത്തി. വളരെ മാന്യമായി മുഖാമുഖം നടത്തിയപ്പോൾ അവിടുത്തെ മുജാഹിദുകൾ പോലും പറഞ്ഞു, ഇത്ര മാന്യമായതിൽ മുഖാമുഖം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ പോയിട്ട് പോലും നമ്മൾ മാന്യതയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയെ എവിടെയും സ്വീകരിക്കുകയുള്ളൂ. ആരെയും പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന യാതൊരു വാക്കുകളോ രീതികളോ പ്രവർത്തനങ്ങളോ ഇവിടുന്ന് പ്രവർത്തകന്മാരുടെ ഭാഗത്തുനിന്നോ മറുപടി പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുകയില്ലെന്നുള്ള പരിപൂർണ ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി പുറത്തു നിൽക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് ഏറെ വിവാദങ്ങൾക്ക് നടുവിലാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഇസ്ലാം, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തിപ്പെട്ട ഇസ്ലാം, ആ ഇസ്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായിക്കൊണ്ട് ചില ആളുകൾ കടന്നു വരുന്നത്. നിങ്ങളറിയണം, എന്തിന്റെ പേരിലായിരുന്നു അഭിപ്രായ വ്യത്യാസം? എന്തിന്റെ പേരിലായിരുന്നു അഭിപ്രായ വ്യത്യാസം? കേവലം നിസ്സാര വിഷയങ്ങളുടെ പേരിലല്ല, കേവലം കർമ്മപരമായ വിഷയങ്ങളുടെ പേരിലല്ല, മറിച്ച് എന്തിന്റെ പേരിലായിരുന്നു അഭിപ്രായ വ്യത്യാസം? തൗഹീദിന്റെ പേരിലായിരുന്നു കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി കൊണ്ട് ഈ വിഭാഗം ആളുകൾ കടന്നു വരുന്നത്. കേരള മുസ്ലിമീങ്ങളുടെ തൗഹീദൊന്നും ശരിയല്ല. കേരള മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല. അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, ഇസ്ലാം എന്ന പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ അപശബ്ദത്തിന്റെ ഉടമകൾ കടന്നു വരുന്നത്. നമുക്കതിൽ വേദനയുണ്ടായിരുന്നു, നമുക്കതിൽ പ്രയാസമുണ്ടായിരുന്നു. കാരണം കേരള മുസ്ലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, ഇവരുടെ ഈ വാദപ്രകാരം കേരളത്തിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാകുന്ന, കാഫിറാകുന്ന, ഇസ്ലാമിക വൃത്തത്തിന് പുറത്തു പോകുന്ന ഒരു രീതിയായിരുന്നു അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ എഴുത്തുകളിലും അവരുടെ ലേഖനങ്ങളിലും അവരുടെ എല്ലാ ഗണ്മന മണ്ഡന വേദികളിലും അവർ പ്രചരിപ്പിച്ചിരുന്നത്. ലോക മുസ്ലിമീങ്ങൾക്കൊന്നും ഇസ്ലാം മനസ്സിലായിട്ടില്ല. അങ്ങനെ 921 അതല്ലെങ്കിൽ 1922 ഒരു പുതിയ തൗഹീദുമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അന്ന് വരെ സമൂഹം കേൾക്കാത്ത പുതിയൊരു തൗഹീദ്. അങ്ങനെ കേരള മുസ്ലിമീങ്ങൾ കേട്ടിട്ട് പാരമ്പര്യമില്ലാത്ത ഒരു പുതിയ തൗഹീദുമായി കൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം അന്ന് കടന്നു വന്നത്. കേരള മുസ്ലിമീങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കാൻ, കുഫ്രാരോപിക്കാൻ പുതിയ അടിസ്ഥാന മാനദണ്ഡങ്ങളും ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു അന്നവർ കടന്നു വന്നത്. അതിനുവേണ്ടി ഇല്ലാത്ത ഒരുപാട് ആദർശങ്ങൾ അവർ പടച്ചുണ്ടാക്കി. അതിന്റെ ഭാഗമായി സമൂഹത്തോട് പറഞ്ഞു, അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ, കാര്യകാരണങ്ങൾക്ക് അതീതമായ രീതിയിലൂടെ അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് വല്ല സഹായവും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് വല്ല വസ്തുവിൽ നിന്നോ വല്ല വ്യക്തികളിൽ നിന്നോ വല്ല ഉപദ്രവം പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്, മുശ്രിക്കാണ്, കാഫിറാണ്. നാടുനീളെ പ്രസംഗിച്ചു, ഒട്ടേറെ ലേഖനങ്ങൾ എഴുതി, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഒട്ടേറെ കുടുംബങ്ങൾ ഇതിന്റെ പേരിൽ രണ്ടായി തീരുകയാണ്. എത്ര വേദനയാണ് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഇസ്ലാം കേരളത്തിലെത്തി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ, അടിസ്ഥാനപരമായ തർക്കങ്ങളൊന്നുമില്ലാതെ ഒരേ വിശ്വാസത്തിന്റെ ഉടമകളായി കേരള മുസ്ലിമീങ്ങൾ, വാപ്പയും ഉമ്മയും മോനും കുടുംബമൊക്കെ ഒരേ മനസ്സോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ
കുടുംബങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി കൊണ്ട് ഈ വിഭാഗം കടന്നു വരുന്നത്. അതിന്റെ ഫലം എന്ത് സംഭവിച്ചു? ഒരു വീട്ടിൽ ബാപ്പ കാഫറായിരിക്കും, മോൻ മുവഹ്ഹിദുമാകുന്നതിന്. മോൻ ബാപ്പയെ കുറിച്ച് പറയുന്ന ബാപ്പാക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ല, ബാപ്പ മുശ്രിക്കാണ്, ബാപ്പ കാഫറ, ഉമ്മ ഇസ്ലാം എന്ന് പുറത്താണ്, വല്യപ്പ ഇസ്ലാം എന്ന് പുറത്തായി പോയി, വല്യമ്മക്ക് ഇസ്ലാം മനസ്സിലാകാതെ മരണപ്പെട്ടു പോകേണ്ടി വന്നു. ഈ രീതിയിൽ കുടുംബങ്ങൾക്കിടയിലെല്ലാം വളരെ ദയനീയമായ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി, മഹല്ലുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കി. ലോകത്തിന് തന്നെ മാതൃകയായ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ വളരെ ദൗർഭാഗ്യകരമായ, വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ഇവർ സൃഷ്ടിച്ചത്. എത്ര മഹല്ലുകളിലാണ് പ്രശ്നം സൃഷ്ടിച്ചത്. എന്നാൽ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ഈ 1922 തൗഹീദ് മാറ്റി പറയുന്ന അവസ്ഥയാണ് പിന്നീട് നാം കണ്ടത്. അദൃശ്യമായ രീതിയിലൂടെ, അബൗദ്ധികമായ രീതിയിലൂടെ അല്ലാഹു അല്ലാത്തൊന്നിനും ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ ആളുകൾ, അങ്ങനെ സഹായം തേടുന്നതും ഗുണം പ്രതീക്ഷിക്കുന്നതും ഷർറ് പേടിക്കുന്നതും എല്ലാം ഷിർക്കാണെന്ന് പ്രചരിപ്പിച്ച ആളുകൾ പിന്നീട് ഇത് മാറ്റിപ്പറയുകയാണ്. മാറ്റിപ്പറയുന്ന രംഗമാണ് നാം പിന്നീട് കണ്ടത്. പിന്നെ പറഞ്ഞ എന്താ, ഞങ്ങളങ്ങനെ പണ്ടൊക്കെ പ്രസംഗിച്ചു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, അള്ളാഹു പൊറുത്തു പെരുമാറാവട്ടെ എന്നാണ് പിന്നീട് പറഞ്ഞത്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ അറിയണം? ഏത് വിഷയത്തിലാണ് ഈ മാറ്റിത്തിരുത്തലുകൾ? കർമ്മപരമായ വിഷയങ്ങളിലല്ല, കൈ എവിടെ കെട്ടണം എവിടെ കെട്ടണ്ട എന്ന വിഷയത്തെക്കുറിച്ചല്ല, സുബ്ഹിയിൽ ഖുനൂത്ത് ഓതണോ ഓതണ്ടേ എന്ന വിഷയത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരാൾ മുസ്ലിമാണോ കാഫിറാണോ ഈ വിഷയത്തിലാണ്, അതിന്റെ പേരിലുള്ള അവരുടെ അടിസ്ഥാന തത്വത്തിന്റെ പേരിലാണ് മാറ്റിപ്പറത്തലുകൾ ഉണ്ടാകുന്നത്. അബൗദ്ധികമായ രീതിയിലുള്ള ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷിക്കുമ്പോ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പറഞ്ഞ ആളുകൾ അതുവഴി ഒട്ടേറെ കാര്യങ്ങൾ നിഷേധിക്കേണ്ടി വന്നു. സിഹിർ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല, കണ്ണേറ് അവർക്ക് ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല, ജിന്ന് അങ്ങനെ ഒരു വസ്തുവിനെ, അങ്ങനെ സാധനത്തെക്കുറിച്ച് ആലോചിക്കാനും അവർക്ക് സാധിച്ചിരുന്നില്ല. അതിന്റെ ഭാഗമായി ഇതിനൊക്കെ പച്ചയായി നിഷേധിക്കുന്ന രംഗമായിരുന്നു പൂർവ്വകാലങ്ങളിൽ നാം കണ്ടിരുന്നത്. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോ അതിനെക്കുറിച്ചൊക്കെ മുജാഹിദിന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്കങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞങ്ങൾക്കങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. 1998 വരെ ഈ 1921 മുതലുള്ള തൗഹീദായിരുന്നു ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ 2000 അടുത്തതോടുകൂടെ ഈ 1921 തൗഹീദ് മാറ്റി 2000 പുതിയൊരു തൗഹീദ് ഇവർ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എന്തിനേറെ പുളിക്കൽ വെച്ചുകൊണ്ട് മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഇവരെ പണ്ഡിത സഭ എന്താണ് തീരുമാനമെടുത്തത്? നമ്മൾ ഇതുവരെ പഠിപ്പിച്ച തൗഹീദ് പൂർണ്ണമല്ല, ഇനി തൗഹീദിൽ ചിലതുകൂടി കൂട്ടാനുണ്ട്, അത് ആ കൂട്ടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മുതൽ നമ്മുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ ആ തൗഹീദ് കൂടി പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എപ്പോഴാണിത് പറയുന്നത്? 2000 ശേഷം. എന്ന് പറഞ്ഞാൽ 1922 മുതൽ 2000 വരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൂർണ്ണമായിരുന്നില്ല, അപൂർണമായിരുന്നു, ന്യൂനതയുള്ളതായിരുന്നു. അവർ തന്നെ രേഖപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് പിന്നീട് ചില കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞങ്ങൾ പലതിനും നിഷേധിച്ചു പോയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, അതൊക്കെ പൊട്ടത്തരമായിരുന്നു. ഇവരെ കൂട്ടത്തിലെ സൂപ്പർ പ്രഭാഷകൻ, ഇവരെ കൂട്ടത്തിൽ അറിയപ്പെട്ട പ്രഭാഷകൻ ഡോക്ടർ കെ സക്കരിയ സലാഹി അന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ച് സിഹിറിനെ നിഷേധിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു, സക്കരിയ മൗലവി അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, സക്കരിയ സലാഹി നിങ്ങളെ വാദം ശരിയല്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ചോദിച്ചപ്പോ നമ്മളെ കളിയാക്കിയ ആളുകൾ പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങനെ പണ്ട് പ്രസംഗിച്ചു പോയിട്ടുണ്ട്, 1990 ഞാൻ പ്രസംഗിച്ചിരുന്നു, ആ പ്രസംഗത്തിന്റെ CD വരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഓഡിയോ CD കിട്ടിയിട്ടുള്ളൂ, ഞാനതിലൊക്കെ പറഞ്ഞത് പൊട്ടത്തരമായിരുന്നു എന്ന് തുറന്നു പറയുകയുണ്ടായി. ആ ഭാഗം നിങ്ങൾ ആരെങ്കിലും പൊട്ടത്തരം കണ്ടത്? നിങ്ങൾ പൊട്ടത്തരം 1998 വരെ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കുക, നിങ്ങൾ പൊട്ടത്തരമായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ 1998 വരെയുള്ള വാദം പൊട്ടത്തരമാണ് മനസ്സിലായി. പിന്നെ അദ്ദേഹം പറയാണ്, പിന്നീട് ഞാൻ പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അങ്ങനെ ഞങ്ങൾ തിരുത്തി. കേൾക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി, ഹദീസുകൾ പഠിച്ചു, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പഠിച്ചു,
അതുപോലെ അറബികളുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലായി അഹ്ലുസുന്നത്തിന്റെ മാർഗം ഏതാണ്, സലഫിയത്ത് എന്താണ്. അപ്പൊ ഞാനതൊക്കെ തിരുത്തി കണ്ടു നിങ്ങൾ. അപ്പൊ ഞാനതൊക്കെ തിരുത്തി. എപ്പോ നിങ്ങൾ അറിയണം ഏതാണ് വിഷയം, ഏതാണ് വിഷയം. കൈ എവിടെ കെട്ടണം കെട്ടണ്ടോ എന്നുള്ള വിഷയമല്ല, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണോ വേണ്ടേ എന്നുള്ള വിഷയമല്ല, അടിസ്ഥാന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. 1998 വരെ ഞങ്ങൾ പ്രസംഗിച്ചിരുന്നത് ഞങ്ങൾ പൊട്ടത്തരമായിരുന്നു. ഞങ്ങൾ ആലോചിക്കുക, ഈ 1998 മരണപ്പെട്ടുപോയ പാവ മുജാഹിദുകൾ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഈ പൊട്ടത്തരം വിശ്വസിച്ച് മരിച്ചുപോയി എന്നല്ലേ ഇതിനർത്ഥം? പൊട്ടത്തരം വിശ്വസിച്ച് മരണപ്പെട്ടുപോയി എന്ന് പറയേണ്ടി വരല്ലേ? എന്ത് ചെയ്യാൻ കഴിയും? ജീവിച്ചിരിക്കുന്നവർക്ക് പറയാം, പഠിച്ചവനെ ഞങ്ങൾ പൊട്ടത്തരം പറഞ്ഞു, ഞങ്ങൾ ശിർക്ക് പറഞ്ഞു, ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി, നീ പൊറുത്തുകൊണ്ടാ. സക്കരിയ സലാഹിക്ക് ചെയ്യുന്നത് പോലെ അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ മരിച്ചുപോയവനെന്ത് ചെയ്യും? ജീവിച്ചിരിക്കുന്ന സക്കരിയ സലാഹി പറഞ്ഞു നോക്കും നിങ്ങൾ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്കെല്ലാം തെറ്റുപറ്റിപ്പോയി, അതിതാ ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാനങ്ങനെ പണ്ടൊക്കെ പ്രസംഗിച്ചു പോയിട്ടുണ്ട്, പല സ്ഥലത്തും പ്രസംഗിച്ചു പോയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, അള്ളാഹു പുറത്തു തരട്ടെ എന്നാണ് കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മുമ്പിൽ പറയും ഈ സലാസിലോ ഞങ്ങളെ പഠിപ്പിച്ചെന്താറിയോ, മറിഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിരുന്നു, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ ഇയാളെ കെണിയിൽ ഇസ്ലായി കൊടുത്താൽ കണ്ടല്ലോ. ഞാനൊക്കെ അത് കുറെ കാലം പ്രസംഗിച്ചു നടന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഏതിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഈ സമുദായത്തെക്കുറിച്ച്, മുസ്ലിം ലോകത്തെക്കുറിച്ച് ശിർക്കാരോപിക്കാൻ അവർ കണ്ടെത്തിയ വിഷയത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങൾ 1998 വരെ പ്രസംഗിച്ചത് അത് തെറ്റായിപ്പോയി, അള്ളാഹു പുറത്തു തരട്ടെ
ഇതായിരുന്നു ഇവരുടെ ആദ്യകാല തൗഹീദിന്റെ അവസ്ഥ. പിന്നീട് കാലം മാറി, മുജാഹിദിന്റെ തൗഹീദ് പിന്നെയും മാറി. 2002 മുജാഹിദ് പ്രസ്ഥാനം രണ്ടായി പിളരുകയാണ്. എന്തിന്റെ പേരിലാണ് പിളരുന്നത്? എന്തിന്റെ പേരിലാണ് പിളരുന്നത്? അതും തൗഹീദിന്റെ പേരിൽ. അതാണ് വിഷയം. അവരാഭ്യന്തരമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവുന്നല്ല നമ്മൾ പറയുന്നത്. അവരുടെ മുമ്പും പല ആളുകളൊക്കെ സംഘടന പുറത്താക്കിയിട്ടുണ്ടാവും, അകത്താക്കിയിട്ടുണ്ടാവും. അതൊന്നും നമ്മുടെ വിഷയമല്ല. അതവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, നമ്മളതിലേക്ക് കടക്കുന്നുമില്ല. പക്ഷെ 2002 വീണ്ടും മുജാഹിദിന്റെ പ്രശ്നമായി തൗഹീദ് തിരിയാത്തതിന്റെ പേരിൽ മുജാഹിദ് രണ്ടായി പിളർന്നു. മടുപോരികൾ ഒരു ഭാഗത്ത്, KNMകാർ മറ്റൊരു ഭാഗത്ത്. അങ്ങനെ പിളർന്ന സമയത്ത് മാധ്യമത്തൊരു ലേഖനം വരികയുണ്ടായി. ആരുടേതാ ലേഖനം? ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ കെ അഹമ്മദ് കുട്ടി സാഹിബിന്റെ ലേഖനം. എന്താ അദ്ദേഹം ലേഖനം എഴുതിയ മാധ്യമത്തിൽ? മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ പ്രശ്നത്തിന്റെ കാരണം കാതലായ വിഷയം അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്താ മുജാഹിദ് പിളരാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്? അതിന്റെ കാതലായ വശം മുജാഹിദ് പ്രസ്ഥാനത്തിന് ശരിക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. അപ്പൊ 2002 ശരിക്ക് തൗഹീദ് മനസ്സിലായിരുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും തൗഹീദ് മാറുകയാണ്. നിങ്ങൾ അറിയണം, തൗഹീദാണ് മാറുന്നത്. ലോകത്തല്ലാഹു സുബ്ഹാനഹു വ തആല അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരേ ഒരു തൗഹീദ് പഠിപ്പിക്കാനാണ്. പ്രവാചകന്മാർ പോലും മാറിയിട്ട് പോലും തൗഹീദിന് മാറ്റമുണ്ടായിട്ടില്ല. പ്രവാചകന്മാർക്കിടയിൽ കർമ്മങ്ങളിൽ മാറ്റമുണ്ടാവാം, പക്ഷേ അടിസ്ഥാനപര വിഷയമായ തൗഹീദിൽ ഒരു പ്രവാചകന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമെല്ലാം മാറ്റമുണ്ടായിട്ടില്ല. ആ തൗഹീദാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടുന്നും പോയി ഇപ്പതാ പുതിയ തൗഹീദാണ്. അവർ തന്നെ പേരിട്ടിരിക്കുന്നത് തൗഹീദ് 2012 എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ എന്താണ് ഈ കേൾക്കുന്നത്? ഫുട്ബോൾ 2002, 2012 കേൾക്കാറുണ്ട്. അതുപോലെ 2012 തൗഹീദ് പുതിയ പേരിനെങ്ങനെയാണ്? തൗഹീദ് 2012 എന്നാണ് പുതിയ പേര്. മുജാഹിദിനെ ഇപ്പൊ പുലർത്തിയിരിക്കുന്നത് ആ തൗഹീദാണ്, തൗഹീദ് 2012. ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയണം, മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ അതിന്റെ പേരിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പണ്ഡിതനെ ഖേദിക്കുകയാണ്, അദ്ദേഹം പരിതപിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? നിങ്ങള് നമ്മളെ തൗഹീദിന്റെ വിഭജനം കൊണ്ട്, ഈ പിളർപ്പ് കൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? കുടുംബങ്ങളൊക്കെ അകലാൻ തുടങ്ങി. നമ്മളിത് പണ്ടേ പറഞ്ഞു, സഹോദരായി ഭിന്നിപ്പുകൊണ്ട് വരണ്ട. നിങ്ങളെ ഭിന്നിപ്പ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വിഷയം, ഇവിടെ സമുദായത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോ കുടുംബപരമായ പ്രശ്നമുണ്ടാകുന്നു, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുന്നു, മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. അരുത് സഹോദരന്മാരെ, അരുത് എന്ന് പറഞ്ഞപ്പോ അന്ന് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ആളുകൾ ഇപ്പൊ അവർ തന്നെ മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് അവരുടെ സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ ആ സമ്മേളനത്തിൽ അവരുടെ നേതാവ് പറയുകയാണ്, നമുക്കിടയിൽ ഇപ്പോൾ വീണ്ടും വീണ്ടും പിളർപ്പുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന എന്താ? കുടുംബങ്ങളൊക്കെ അകലുന്നു, നമ്മളതിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയുന്നത്? അവരുടെ പണ്ഡിത സഭയിലെ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം പറയുന്ന ആ ഭാഗം നിങ്ങൾ കേൾക്കൂ. നമ്മൾ മനസ്സിലാക്കണം, അവരെ ഇറക്കത്തോടുകൂടി സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള കുടുംബ സ്നേഹ ബന്ധങ്ങളൊക്കെ നശിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള 10 വർഷത്തെ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചു. നമ്മുടെ മഹല്ലുകളിലും കുടുംബങ്ങളിലുമൊക്കെ ഉണ്ടാക്കി തീർത്ത ഛിദ്രതയുടെ ആഴവും അതുമൂലം നാം ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനയും ഇന്നും അതിന്റെ തീ തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും നമുക്കൊക്കെ അറിയാം. കണ്ടു നിങ്ങൾ എന്താ പറഞ്ഞത്? മുജാഹിദിന്റെ പിളർപ്പ് വന്നപ്പോൾ കുടുംബപരമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പണ്ടേ പറഞ്ഞില്ലേ, എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നമുണ്ടാക്കുന്നത്? എന്തിനാണ് മഹല്ലത്തുകളിൽ പ്രശ്നമുണ്ടാക്കുന്നത്? എന്തിനാണ് കുടുംബപരമായ പ്രശ്നം സൃഷ്ടിക്കുന്നത്? ഇത് അവസാനിപ്പിച്ചുകൊണ്ടേ. അന്ന് ചോദിച്ചപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ആളുകൾ ഇപ്പതാ വീണ്ടും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് മാറ്റിപ്പറഞ്ഞതിനെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് വീണ്ടും തിരുത്തുന്ന രംഗമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പതാ അതിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ തന്നെ പുറത്താക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പ്രഭാഷകൻ ഡോക്ടർ കെ സക്കരിയ സലാഹി പറയാണ്,
ഇവരുടെ തൗഹീദ് 2012 കൊണ്ട് സംഭവിക്കുന്നത് എന്താ? പുതിയ തൗഹീദ് കൊണ്ട് സംഭവിക്കുന്നത് എന്താ? പൂർവിക മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമെന്ന് പുറത്തായില്ലേ? പൂർവികരൊക്കെ കാഫറായിപ്പോയി എന്ന് നമ്മൾ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ? നമ്മളും അതല്ലേ പറഞ്ഞത്? 1922 തൗഹീദ്, ആ തൗഹീദുമായി വന്നപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞെന്താ? അരുത് സഹോദര, പുതിയൊരു തൗഹീദുമായിട്ട് കടന്നു വരണ്ട. നമുക്കിവിടെ ആദം നബി പഠിപ്പിച്ചു തന്ന, നൂഹ് നബി പഠിപ്പിച്ചു തന്ന, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന, മൂസാ നബി പഠിപ്പിച്ചു തന്ന, മുത്തുനബി പഠിപ്പിച്ചു തന്ന, സഹാബാക്കൾ പഠിപ്പിച്ചു തന്ന, താബിയങ്ങൾ പഠിപ്പിച്ചു തന്ന, താബിയങ്ങൾ പഠിപ്പിച്ചു തന്ന, പൂർവികർ പഠിപ്പിച്ചു തന്ന നല്ലൊരു തൗഹീദ് നമുക്കില്ലേ? എന്തിനാണ് നിങ്ങൾ പുതിയ തൗഹീദുമായി കടന്നു വരുന്നത്? നിങ്ങൾ ഈ പുതിയ തൗഹീദ് കൊണ്ട് സംഭവിക്കുന്നതും പൂർവിക മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമെന്ന് പുറത്താക്കലല്ലേ, അവരെ കാഫിറാക്കലല്ലേ? അരുത്, അരുത്. നമ്മളത് പറഞ്ഞപ്പോ അന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പൊ സക്കരിയ സലാഹിം പറയുകയാ, 2014 തൗഹീദ് കൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? പൂർവിക മുസ്ലിമീങ്ങൾക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല. 2012 വരെയുള്ള എല്ലാവരുടെയും തൗഹീദ്, അവരുടെയൊക്കെ തൗഹീദ് ശരിയായ തൗഹീദല്ലെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലേ? ചോദിക്കുന്നതാരാ? 30 വർഷക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി തൗഹീദി വേദികളിൽ ഗണ്ണന പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന, മുഖാമുഖ വേദികൾ സംഘടിപ്പിച്ചിരുന്ന, സംവാദം നടത്തിയിരുന്ന അവരുടെ ഏറ്റവും വലിയ പ്രഭാഷകൻ ഡോക്ടർ കെ സക്കരിയ സലാഹി. അദ്ദേഹം പറയുന്നത് കേൾക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ ഗുരുതരമായ ചില നീക്കങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുകയും ഈ മൂവർ സംഘം കൊണ്ടുവന്നിട്ടുള്ള പുതിയ തൗഹീദ് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തുടനീളമുള്ള സലഫികളെ ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ എത്തിച്ചേരുന്നത്. കണ്ടോ നിങ്ങൾ? അവർ 2012 തൗഹീദ് കൊണ്ട് ഇപ്പൊ സംഭവിച്ചതെന്താ? കേരളത്തിലെ സലഫികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സലഫികളും, ഗൾഫ് നാടുകളിലുള്ള ഇവർ പോയി കാശ് പിരിക്കാറുള്ള അറബികൾ, അവരൊക്കെ ഇസ്ലാമെന്ന് പുറത്താണ്, അവരൊക്കെ മുശ്രിക്കാണ്, കാഫറാണെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് തൗഹീദ് 2012 കൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കെ സക്കരിയ സലാഹി പറയട്ടെ. അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല. ഈ 2012 വരെയും നമ്മൾ പറഞ്ഞ തൗഹീദ് ശരിയായിരുന്നില്ല. കഴിഞ്ഞ 10, 12, 13 നൂറ്റാണ്ടുകളായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കൊന്നും തൗഹീദും ശിർക്കും വേണ്ടതുപോലെ വകതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന അത്യന്തം അപകടകരമായ ധാർഷ്ട്യം കലർന്ന ഒരു പുതിയ വാദമാണ് തൗഹീദ് 2012 എന്ന് ഇപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു പുതിയ തൗഹീദുമായിട്ട് ഈ കൂട്ടർ വന്നിട്ടുള്ളത്. കണ്ടങ്ങൾ പേരുണ്ടല്ലേ? പേരെന്താ? തൗഹീദ് 2012. നിങ്ങൾ അറിയുക എന്തിനാണ് നമ്മൾ ഇതിൽപ്പെടുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ നിന്നുകൊണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. സ്വാഭാവികമായി നമ്മുടെ ക്ലാസ് റൂമിൽ ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, സഹോദര, എന്തിന് നമുക്ക് ഈ തൗഹീദ് 2012? നമുക്ക് ആദ്യ നബി പഠിപ്പിച്ച തൗഹീദില്ലേ? മൂസാ നബി പഠിപ്പിച്ച തൗഹീദില്ലേ? ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദില്ലേ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തൗഹീദില്ലേ? അതല്ലേ നമുക്ക് നല്ലത്. എന്തിന്റെ തൗഹീദ് 2012? നോക്കി നിങ്ങളെ തൗഹീദിന്റെ പേരെന്നെ സക്കരിയ സലാഹി അങ്ങനെ പേരിടുമ്പോ കേന്ദ്രകാരന് തിരിച്ച് വേറെ പേരിട്ടിരിക്കുന്നത് ജബ്ബാരിയൻ തൗഹീദ് എന്നാണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ ഒരു തൗഹീദ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജബ്ബാരിയൻ തൗഹീദ്, സക്കരിയൻ തൗഹീദ്, അങ്ങനെയാണ് ഇപ്പൊ കേന്ദ്രകാർ തൗഹീദിനെ പരിചയപ്പെടുന്നത്. ഏതായാലും രണ്ടു കൂട്ടരും പറയുന്നു ഇത് പുതിയ തൗഹീദാ, ഇത് പഴയതല്ല. നമുക്ക് നല്ലൊരു തൗഹീദ് ഇവിടെയുണ്ട്. പൂർവികരെ പഠിപ്പിച്ചിരുന്ന മാറ്റങ്ങളില്ലാത്ത, ഒരു കാലത്തും മാറ്റം വരാത്ത, ഏത് കാലമായാലും ആരൊക്കെ കടന്നു വന്നാലും ഒരു മാറ്റമില്ലാത്ത അടിസ്ഥാനപരമായ തൗഹീദ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോ മുജാഹിദുകൾ ഒരു ഗ്രൂപ്പ് പറയുന്നു അവരുടെ കയ്യിലുള്ള തൗഹീദ് 2012 മറുഭാഗം പറയുമ്പോൾ ഇവരുടെ കയ്യിലുള്ളത് ജബ്ബാരിയം തൗഹീദാണ്. ശിർക്കല്ല എന്ന് പറഞ്ഞ് ചെയ്യാന്നതിനർത്ഥം എന്നുവെച്ചാൽ എന്താ? ശിർക്കല്ല എന്ന് പറഞ്ഞ് ചെയ്യാന്നതിനർത്ഥം ഇപ്പൊ സംഗതി എന്താ? സംഗതി എന്താണ്? ശിർക്കല്ല. ഇത് മുജാഹിദുകൾ അംഗീകരിക്കണമെന്നാ പറയുന്നത്. മനസ്സില്ല ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ. ഇത് അല്ലാഹു പഠിപ്പിച്ച തൗഹീദല്ല,
പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദല്ല, അമ്പിയാക്കൾ പറഞ്ഞ തൗഹീദല്ല. ഇത് ജബ്ബാറിയൻ തൗഹീദാണ്, ഇത് സക്കരിയ തൗഹീദാണ്. ഈ തൗഹീദ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അവരെന്താ പേരിട്ട്? ജബ്ബാറിയൻ തൗഹീദ്. ജബ്ബാർ മൗലവി വേറൊന്ന് കൂട്ടത്തിലെ ഒരു നേതാവുണ്ട്. ആരാ ജബ്ബാർ മൗലവി? ചില്ലറക്കാരനൊന്നുമല്ല. അവരുടെ പണ്ഡിത സഭയുടെ ഫത്വാ ബോർഡിലെ അംഗമാണ്. ആരാണ്? അവരുടെ പണ്ഡിത സഭയിലെ ഫത്വ കർഷി കൂടിയാണ് ജബ്ബാർ മൗലവി. ആ ജബ്ബാർ മൗലവിയുടെ തൗഹീദിനെ കുറിച്ച് അവർ ജബ്ബാരിയൻ തൗഹീദ് മുജാഹിദിന് വേണ്ട. ചുരുക്കത്തിൽ മുജാഹിദിന്റെ തൗഹീദ് ഇപ്പൊ കെട്ടുപോയി. പുതിയ തൗഹീദ ആ പ്രസ്ഥാനം തന്നെ കെട്ടുപോയി. ആരാ പറയുന്നത്? നമ്മൾ പറഞ്ഞെന്ന് ആരോപിക്കണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തീപ്പൊരി പ്രഭാഷകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖും ബാത്തിൽ. കണ്ടോ നിങ്ങൾ എന്താ പറയണത്? നല്ല സാധനമൊക്കെ കെട്ടുപോകും. അവർ പ്രസ്ഥാനം ഇതുവരെ നല്ലതായിരുന്നു, ഇപ്പൊ വാർദ്ധക്യത്തിലെത്തിയപ്പോ അത് കെട്ടുപോയി. അതിന് കാരണം എന്താ അറിയങ്ങള്? അദ്ദേഹത്തെ ഇപ്പൊ പുറത്താക്കിയിരിക്കുക. മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദിന് പുറത്താണ്. സക്കരിയ സലാഹിബ് മുജാഹിദിന് പുറത്താണ്. പുറത്താണെന്ന് പറഞ്ഞാൽ മുശ്രിക്ക. നിങ്ങൾ ആലോചിക്കണം, മുശ്രിക്ക. എന്തിന്റെ പേരിലാ ശിർക്ക് ആരോപിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. ഇക്കാലം വരെ ഈ സമുദായത്തെക്കുറിച്ച് കുഫ്ർ ആരോപിച്ച ആളുകൾ, ശിർക്ക് ആരോപിച്ച ആളുകൾ, ഇപ്പൊ പണിയെന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുത്തും കുഫ്ർ ആരോപിക്കുക. സാധാരണ ഒരു മുജാഹിദിന്റെ സമ്മേളനക്കായി നമുക്കറിയാം, കഴിഞ്ഞ ചെങ്ങരവണ സമ്മേളനമൊക്കെ നടക്കുമ്പോ നാടായ നാട്ടിലൊക്കെ വന്ന് ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വന്ന് മുജാഹിദിന്റെ ഏർപ്പാടെന്തായിരുന്നു? ഈ ഉമ്മത്ത് ശരിയല്ല, മുസ്ലിമീങ്ങളെ തൗഹീദ് ശരിയല്ല, മുസ്ലിമീങ്ങളൊന്നും മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പൊ സമ്മേളനമില്ല, ഒരു ചർച്ചയില്ല. എന്നാ സമ്മേളനം? ഡിസംബർ സമ്മേളനം നടക്കാൻ നിൽക്കുക. കഴിഞ്ഞ സമ്മേളനം ചെങ്ങരവണ സമ്മേളനം നടക്കുമ്പോ ഒരു കൊല്ലം മുമ്പ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഇവർ പ്രഭാഷണം നടത്തിയിരുന്നു, പ്രചരണം നടത്തിയിരുന്നു. ഇപ്പൊ സമ്മേളനം ഇല്ല. ഇപ്പൊ ചർച്ച എന്താ? ജിന്ന് 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 തൗഹീദ് 2012 ജബ്ബാരിയം തൗഹീദ്. ഇതപ്പോ ചർച്ച ഇപ്പൊ ആകതുള്ളൂ. ഇപ്പൊ അതുള്ളൂ. പണ്ടൊരാൾക്ക് കേരളത്തിൽ ചർച്ച ഉണ്ടായിരുന്ന GMC എന്ന പോലെ ഇവർക്ക് JPC, ജിന്നി പിശാച് സിഹർ. ഇതപ്പോ ചർച്ചുള്ളൂ, വേറെ ചർച്ചയില്ല. ആകെ ചർച്ച പതാ നോക്കി. നിങ്ങൾ സമ്മേളനത്തെ കുറിച്ച് മുണ്ടണില്ല. സമ്മേളനം അടുത്തുപോയി. മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ഇവർ ആദർശ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചപ്പോ ഇവരുടെ പ്രായം ചെന്നൊരു മൗലവി എണീറ്റെന്നിട്ട് പറയാണ്, ഞാനിവിടെ വന്നിരിക്കുന്ന വല്ലാത്ത സങ്കടത്തിലാണ്. എന്താ എന്റെ സങ്കടം? സമ്മേളനം അടുത്തു, ഒരു ചർച്ച ഇപ്പൊ സമ്മേളനത്തിനെ കുറിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഈ വിഷയങ്ങളൊക്കെ ഇതിൽ നിന്നാളെ തീരും. നമ്മൾ അതൊക്കെ നിർത്തിയിട്ട് സമ്മേളനം ചർച്ച ചെയ്യാ, സമ്മേളനം പറയാ. സമ്മേളനം അടുത്തില്ലേ? മുമ്പൊക്കെ നമ്മളെ സമ്മേളനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹു കൊടുത്തിട്ട് ശിക്ഷ നോക്കും നിങ്ങൾ. മുമ്പ് ഫറൂഖിൽ സമ്മേളനം നടത്തുമ്പോ, ചങ്ങരംകുളത്ത് സമ്മേളനം നടത്തുമ്പോ, മുൻകാലങ്ങളിൽ സമ്മേളനം നടത്തുമ്പോഴൊക്കെ ആ സമ്മേളനത്തിന്റെ പേര് പറഞ്ഞ് മഹല്ലുകളിൽ കയറിച്ചെന്ന് പാവം മുസ്ലിമീങ്ങളെ കുറിച്ച് കുഫ്ർ ആരോപിച്ചിരുന്ന ആളുകൾ, ഷിർക്ക് ആരോപിച്ചിരുന്ന ആളുകൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കാഫറാണ്, കാഫറാണ്. അവ കരുവള്ളി മുഹമ്മദ് പോലെ പറയാണ്, എനിക്ക് വല്ലാത്ത വിഷം വരികയാണ്, പ്രയാസം തോന്നുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് നിർത്തി സമ്മേളനത്തിലേക്ക് കടന്നു വരണം. കേൾക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ ഈ യോഗത്തിന് സംബന്ധിച്ചത് ഇതൊക്കെ ഇവരെല്ലാം ഭംഗിയായി പഠിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഉണ്ടല്ലോ, അതൊന്നും ആരുടെ മുന്നിലുമില്ല. പഴയ കാലത്ത് നമ്മുടെ സമ്മേളനത്തിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളൊക്കെ കണ്ടതാണ്. ആ സമ്മേളനത്തിന്റെ വലിപ്പവും ഗൗരവവും നോക്കുമ്പോൾ അതിൽ കുറയാത്ത ഒന്ന് വരണം. ചേനബിന്റെ മുജാഹിദിന്റെ പേശിയിലുമാണ് കോഴിക്കോട്.
മലപ്പുറം. ഇവിടെ അത്തരം സമ്മേളനങ്ങൾക്ക് ഇതുവരെ നമ്മളേക്ക് ചെല്ലല്ല. പുറത്ത് എവിടെയെങ്കിലും നടന്നു നോക്കി, എവിടെയാ സമ്മേളനത്തിന്റെ ബോർഡ്, എവിടെയാണ് സമ്മേളനത്തിന്റെ പരസ്യം? സമ്മേളനം തന്നെ ആരുടെ വാക്കിലും ഇല്ല. ഈ കാരണം സമ്മേളനം തന്നെ ആരും വാക്കിലുമില്ല. പാക സ്റ്റേജ് കിട്ടിയ മൈക്ക് കിട്ടിയ ചർച്ച എന്താ? ഓ മുശ്രിക്കാണ്, ഇപ്പം കാഫറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എവിടേക്ക് എത്തി ഈ പ്രസ്ഥാനം? നമ്മൾ ഇതിന്റെ പിന്നാലെ നിൽക്കണം? എന്തിനു പിന്നാലെ നിൽക്കണം? ഇപ്പോ ഒരു പരസ്യമായിക്കൊണ്ടൊരു മുഖാമുഖത്തിന് അവർ തയ്യാറാകണില്ല, ഒരു സംവാദത്തിന് തയ്യാറാകണില്ല. എന്താ തയ്യാറാകാത്തത്? ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. എന്തിനേറെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ മുന്നിൽ നിങ്ങൾ അറിയണം, അവിടെ ഒരു മുഖാമുഖം വെച്ചു. മുഖാമുഖം വെച്ചപ്പോ ഡോക്ടർ ടി.കെ. സക്കരിയ സലാഹി ആ മുഖാമുഖത്തിൽ പങ്കെടുക്കുമെന്ന് നോട്ടീസിലൂടെ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. എന്താ വരാതിരിക്കാൻ കാരണം? അദ്ദേഹം പറയാണ് അത് സുന്നികൾ നടത്തുന്ന സുന്നികളെ കോളേജിന്റെ മുന്നിലുള്ള മുഖാമുഖമാണ്. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ മുന്നിലുള്ള മുഖാമുഖമാണ്. പെട്ടെന്ന് കയറി ചെന്ന് മുഖാമുഖം നടത്താൻ പറ്റില്ല. കാരണം ഓതിപ്പിടിച്ച ആൾക്കാരാണ് അവിടെ കോളേജിലുള്ളത്. അതിന് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ പറയില്ല, സക്കരിയ സലാഹി പറയാ, മറുപടി പറയാൻ കഴിയില്ല. അദ്ദേഹം പറയാണ്, ഇപ്പൊ എന്നെ കുറിച്ച് അനസ് മൗലവിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ മുഖാമുഖത്തിന് വന്നില്ല, എനിക്ക് പേടിയുണ്ടാണ്. പേടിയുണ്ടെന്നല്ല, ജമാഅത്തേരുടെ മുഖാമുഖത്തിന് പോകുമ്പോ അനസ് അവിടുന്ന് കയറും, അനീഫ് അപ്പുറത്തുനിന്ന് കയറും, ഞാൻ ഇവിടുന്ന് കയറും, ഷംസുദ്ദീമാരത്ത് അപ്പുറത്തുനിന്ന് കയറും. എന്നിട്ട് പോയിട്ട് മുഖാമുഖം നടത്താൻ കുഴപ്പമില്ല. കാരണം ജമാഅത്തേരാണത്. ജമാഅത്തേരത്ത് കിതാബില്ല, അവരത്ത് കാളമൂത്ര സാഹിത്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഉദ്ധരിച്ചല്ല, അവരുടെ വാക്കുദ്ധരിക്കുക, നമ്മൾ പറയല്ല. പക്ഷെ ഈ മുഖാമുഖം നടക്കുന്ന എവിടെയാ? നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ മുന്നില. അവർക്കാണ് പെട്ടെന്ന് ആര് കയറി ചെല്ലാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പോകാറുണ്ട്. കേൾക്കുന്നു നന്ദി മുഖാമുഖത്തിൽ ഞാൻ വരാതിരുന്നത് ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുന്നത് പേടിച്ചിട്ടാണ്. സക്കരിയ സലാഹിക്ക് ആദർശപരമായി അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി, നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്? ഹനീഫക്ക് അറിയാം എന്താ വരാത്തത്? ഞാൻ പറഞ്ഞു മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാരത്ത് ഇവിടുന്ന് വന്ന് വണ്ടിയിറങ്ങും, മജീദായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടായിരുന്നു. മറ്റേ നിങ്ങൾ അങ്ങനെ മൂന്ന് വക്കുന്ന സ്റ്റേജ് കയറണമായി സുന്യാലയത്തുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. കണ്ടില്ല? സുന്യാലയത്തുള്ള മുഖാമുഖത്തിന് അങ്ങനെ പോകാൻ പറ്റൂല. അതന്നെ വേങ്ങരയിലും സംവാദത്തിന് വരായിരുന്നത്. വേങ്ങരയിലും സംവാദത്തിന് വരായിരുന്നെന്താ? പറ്റൂല. പറയട്ടെ അദ്ദേഹം. കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. കേട്ടില്ല? ഇത് കാളമൂത്ര സാഹിത്യം വായിച്ചിട്ടുള്ള ഏർപ്പാടല്ല. ഇത് കിതാബ് ഓതിയ ആൾക്കാരുമായിട്ടുള്ള മുഖാമുഖ. കണ്ടില്ലേ? ഇപ്പൊ സംവാദത്തിന് തയ്യാറാകുന്നില്ല. കാരണം എന്തേ? തൗഹീദാകെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന തൗഹീദിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പത്തെ പുതിയ തൗഹീദിന്റെ പ്രശ്നം എന്താ? 2007 ഈ വിവാദം കൊടുമ്പിരി കൊണ്ട സമയത്ത് ജിന്നിന്റെ പിശാചിന്റെ എന്നുള്ള വാദങ്ങൾ തുടങ്ങുകയും ആ വാദം അംഗീകരിക്കുകയും സകല സ്ഥലത്തും ജിന്നാണെന്ന് പറയുന്ന ഒരവസ്ഥ എത്തിയപ്പെട്ടപ്പോൾ ഒരു മൗലവി കൂട്ടത്തിൽ പ്രസംഗിച്ചു, ഒരു ജിന്നിന്റെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഷംസുദ്ദീൻ ഭാരത് എന്ന് പറഞ്ഞൊരു പ്രമുഖം പ്രസംഗിച്ചതാ. നമ്മൾ പെട്ടെന്ന് വാഹനാപകടത്തിന് രക്ഷപ്പെട്ടേക്കാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചേക്കാം. കാരണം മറ്റൊന്നല്ല, ഒരു ജിന്ന് നമ്മളെ സഹായിച്ചാണ് രക്ഷപ്പെടുത്തിയതാണ്. ഇങ്ങനെ സകല സ്ഥലത്തും ജിന്നിന്റെ സഹായമുണ്ടെന്ന് പറയാൻ തുടങ്ങിയപ്പോ, ആ ജിന്നിന്റെ സഹായം ആവശ്യമാണെന്ന് വന്നപ്പോ പ്രിയങ്കനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് 2007 ഒരു ചോദ്യം ചോദിച്ചവരോട്. നമ്മൾ പനമരത്ത് നിന്ന് ചങ്ങനകുളത്തേക്കൊരു യാത്ര നടത്തി. ആ യാത്രയിലുടനീളം ആ ചോദ്യം വിതരണം ചെയ്തു. ആ ചോദ്യം ചോദിച്ചപ്പോ അതിന്റെ മറുപടിയായിക്കൊണ്ട് ഇസ്രാഹ് മാസിക 2007 ഏപ്രിൽ മാസത്തിൽ ഒരു മറുപടി എഴുതി. മറുപടി നോക്കുന്നതിന്റെ കവർ പേജിൽ തന്നെ അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്നവർ കളിയാക്കി കൊടുത്തതാ. അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ. സത്യത്തിൽ അതൊരു അതിഗംഭീരം തന്നെയായിരുന്നു. ആ ചോദ്യത്തിന്റെ മറുപടി എഴുതിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അമീർ വൈസിന്റെ ചോദ്യത്തിന്റെ മറുപടി എഴുതിയപ്പോൾ മുതൽ പിന്നെയും പിളരുകയാണുണ്ടായത്. ഈ മറുപടി എഴുതിയപ്പോൾ ആ മറുപടിയിൽ എന്താ എഴുതിയത്? ഒരു ജിന്നിനോട് സഹായം തേടുന്നതിന് വിരോധമില്ല, അത് ശിർക്കല്ല. നോക്കൂ നിങ്ങൾ, അദൃശ്യമായ രീതിയിലൂടെയുള്ള അഭൗതികമായ രീതിയിലുള്ള കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള സഹായചാട്ടം അതിലില്ല. അതുകൊണ്ടത് ശിർക്കല്ല.
ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞ ഷിർക്കല്ല. നമ്മൾ മമ്പർത്ത് തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്കാണെന്ന് പറഞ്ഞ ആളുകൾ, കുഫ്റാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയുന്നു ജിന്നെ എന്ന് വിളിച്ച കുഴപ്പമില്ല. ഇനി വ്യത്യാസത്തിലേ ഉള്ളൂ. നമ്മളും നമ്മളെ കുത്തുബിയത്ത് നടത്തും, അവരും കുത്തുബിയത്ത് നടത്തും. നമ്മൾ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലെ കുത്തുബിയത്ത്, അവർ ജിന്നിന്റെ പേരിലെ കുത്തുബിയത്ത്. ജിന്ന് ചേക്കുട്ടിപ്പാപ്പ തുടങ്ങിയ ആളുകളെ പേരിലുള്ള കുത്തുബിയത്ത്. നമ്മൾ ലാസ്റ്റ് പറയും ബിസ്സുൽത്താൻ മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്. ഇവരോ ബിസ്സുൽത്താൻ ചേക്കുട്ടി ഉൻസുർനാ യാ അല്ലാഹ്. വ്യത്യാസമുള്ളൂ. 2007 ഈ മറുപടി എഴുതി. ഇതിനെല്ലാവരും അംഗീകരിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ 2012 ആയപ്പോഴേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിന്നെയും പ്രശ്നമായപ്പോൾ സക്കരിയ സലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് ഇവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അവർക്ക് ശിർക്കും തൗഹീദും മനസ്സിലായിട്ടില്ല, അവരിപ്പോ മുശ്രിക്കായിരിക്കുന്നു. എന്നാൽ ഇതേ വാദം ഔദ്യോഗിക ഗ്രൂപ്പ് അംഗീകരിച്ചതാണ്. 2007 ഇറങ്ങുന്നത്. 2007 പറഞ്ഞ വാദം 2012 വരെ മുജാഹിദിന്റെ സകല നേതാക്കന്മാർ അംഗീകരിച്ചതാണ്. സക്കരിയ സലാഹിന്റെ പേരിൽ ഈ വിഷയമാണ് കുഫ്റാരോപിക്കാൻ, ഷിർക്കാരോപിക്കാൻ കാരണമെങ്കിൽ അതിന്റെ പേരിൽ മറ്റുള്ളവരും കാഫറാകണം. അപ്പൊ അതിനെന്താ മറുപടി? നിങ്ങള് അനസ് മൗലവി പറയാണ് ഞങ്ങൾ അങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാ. 2007 മുതൽ 2012 വരെ ഞങ്ങൾ ന്യായീകരിച്ചു. ഏത്? ജിന്നിനോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി സഹായം തേടുന്നത് ഷിർക്കല്ല എന്ന് പറഞ്ഞതിനെ 2012 വരെ ഞങ്ങൾ പ്രസംഗിച്ചു. ഇപ്പൊ സക്കരിയ സലാഹിയെ കുറിച്ചും മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ചും ഏത് വിഷയത്തിന്റെ പേരിലാണോ കുഫ്റാരോപിക്കുന്നതെങ്കിൽ അതേ വിഷയം 2007 മുതൽ 6 വർഷക്കാലം മുജാഹിദിന്റെ സകല നേതാക്കന്മാരും അങ്ങേയറ്റം പ്രസംഗിച്ചതാണ്. സക്കരിയ സലാഹിയും മുജാഹിദ് ബാലുശ്ശേരിയും പുറത്താണെങ്കിൽ മുശ്രിക്കാകുമെങ്കിൽ ഇവരൊക്കെ കാഫറാകണ്ടേ എന്ന് ചോദിച്ചപ്പോ അനസ് മൗലവി എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങളങ്ങനെ 6 കൊല്ലം പ്രസംഗിച്ചു, അത് ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി, മാപ്പ് ലോകരേ മാപ്പ്. അതിനവരും മാപ്പ് പറയാം. ഏതിന്? 6 കൊല്ലം ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഷിർക്കാണ് പറഞ്ഞത്. സക്കരിയ സലാഹി പ്രസംഗിച്ചതിനെ, ജബ്ബാർ മൗലവി എഴുതിയതിനെ 6 വർഷക്കാരൻ ന്യായീകരിച്ചവർ. അനസ് മൗലവിയുടെ ഒരാൾ ചോദ്യം ചോദിച്ചു, സക്കരിയ സലാഹിക്ക് ഇങ്ങനെ വാദമുണ്ടല്ലോ, ജിന്നിനോട് സഹായം തേടാമല്ലോ എന്ന് ചോദിച്ചപ്പോ അനസ് മൗലവി എന്താ പറയുന്നത്? അങ്ങനെ വാദം തന്നെയല്ല, നിങ്ങൾ സക്കരിയെ കുറിച്ച് ഇല്ലാത്ത ആരോപിക്കുകയാണ്. ഇങ്ങനെ 6 വർഷക്കാലം ജബ്ബാർ മൗലവി ലേഖനമെഴുതിയ ലേഖനത്തെയും സക്കരിയ സലാഹി പ്രസംഗിച്ചതിനെയും ന്യായീകരിച്ച് പ്രസംഗിച്ചാടുന്ന ആളുകളാണ് ഇപ്പൊ സക്കരിയാനെ കുറിച്ച് കാഫറാണ് പറയുന്നത്. അതേതർത്ഥത്തിലാണ്? ശരിയല്ലല്ലോ. സക്കരിയ സലാഹി കാഫറാണോ? ഇവരും കാഫറാണോ? സക്കരിയ സലാഹി മുശ്രിക്കാണോ? ഇവരും മുശ്രിക്കാണോ? അനസ് മൗലവിയോട് നോക്കി, നിങ്ങൾ ഗൾഫിലെ ചൂണ്ടൊരാൾ ചോദ്യം ചോദിക്കുകയാണ്, സക്കരിയ സലാഹിക്ക് ഇങ്ങനെയൊക്കെ വാദല്ലേ? അപ്പൊ അനസ് മൗലവി തട്ടിക്കേറാണ്. അതിന് എന്ത് തെളിവാണുള്ളത്? സക്കരിയാക്കന്റെ വാദം എവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊന്ന് കാണിച്ചു തരോ എന്നൊക്കെ ചോദിച്ചിട്ട് അനസ് മൗലവി തട്ടിക്കേറുന്ന രംഗാണ് നിങ്ങൾ. സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് ഇനി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് ചോദ്യകർത്താവരാണ്. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടുത്ത് തെളിവുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി ഇയാൾ വിളിക്കരുതെന്ന് വരെ പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊക്കെ അനസ് പറയണം എന്താ? അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. സക്കരിയ എവിടെ പറഞ്ഞിട്ടുള്ളത്? സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി ഇപ്പൊ അവർ എന്തിന്റെ പേരിലാണോ പുറത്താക്കിയതെങ്കിൽ ആ വിഷയം ന്യായീകരിക്കുകയാണ്, അതിനെ അംഗീകരിക്കുകയാണ്. കേൾക്കും നിങ്ങൾ. ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്നോ ഞാൻ പറഞ്ഞുതരാം, അവിടെ എനിക്ക് വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുകളുടെ മുഖാമത്തിൽ ഒരു ഇര കിട്ടിയാൽ അവിടെ കൊളുത്തി ഭരിക്കല. അതറിയാത്തതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം.
അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടത് സക്കരിയ സലാഹിയെ കുറിച്ച് നാട് നീളുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ്. സക്കരിയ സലാഹി ജിന്നിനോട് സഹായം തേടാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇല്ല. ഈ ഉടനീളം അദ്ദേഹം അതാ പറയുന്നത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ക്ലിപ്പൊന്നും പൂർണ്ണയിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ പറയണത്? സക്കരിയ സലാഹിക്ക് അങ്ങനെ ഒരു വാദമല്ല, നിങ്ങളത് വെറുതെ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. 6 വർഷക്കാലം ഇവരുടെ KNM-കാരുടെ എല്ലാ ഔദ്യോഗിക വേദികളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളും സക്കരിയ സലാഹിയെയും മുജാഹിദ് ബാരിശ്ശേരിയെയും ജബ്ബാർ മൗലവിയെയും ന്യായീകരിച്ച് പ്രസംഗിച്ചു. ഇപ്പൊ പറയണെന്താ? മാലോകരെ, ഞങ്ങളന്ന് പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾക്കത് മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, മാപ്പാക്കണേ മാപ്പാക്കണേ. എന്താ പനി മനസ്സിലായത്? 6 കൊല്ലം ഈ സമൂഹത്തെ പറ്റിച്ചു. കേൾക്കും നിങ്ങൾ അനസ് മൗലവി മാപ്പ് പറയണത്. പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. 3 വട്ടം പറയാം, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഏതിനാ മാപ്പ് ചോദിക്കുന്നത്? 6 വർഷക്കാലം ഞങ്ങൾ സക്കരിയ സലാഹിയെ ന്യായീകരിച്ച് പ്രസംഗിച്ചു നടന്നു. അതിനർത്ഥം അതിന്റെ പേരിൽ അപ്പൊ ശിർക്ക് ആരോപിച്ചാണ് സക്കരിയ സലാഹിനെ പുറത്താക്കിയത്. ഈ സമൂഹത്തിന് മുമ്പിൽ 6 കൊല്ലം ഞങ്ങൾ ശിർക്ക് പറഞ്ഞു നടന്നു. ഈ 6 കൊല്ലത്തിനടക്ക് മരണപ്പെട്ടു പോയി മുജാഹിദ് ഈ ശിർക്കും വിശ്വസിച്ച് മരിച്ചുപോയി. നോക്കി നിങ്ങൾ. എന്നാൽ അദ്ദേഹം പറയാ, എന്റെ മനസ്സിലങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. കേട്ടോളി. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. കരയന്നെ ഇപ്പൊ കരയാണ്. 6 കൊല്ലം ഞങ്ങൾ പറഞ്ഞു പോലെ ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ വിശ്വാസമില്ല. അപ്പൊ മനസ്സിൽ വിശ്വാസമില്ലാത്ത ഒന്നായിരുന്നു 6 കൊല്ലം ഈ സമുദായത്തിന് മുമ്പിൽ പറഞ്ഞിരുന്നത്. മനസ്സിലില്ലാത്ത ഒന്ന്. അപ്പൊ കാപട്യമല്ലേ ഇവർ ചെയ്തത്? നിഫാക്കല്ലേ സമൂഹത്തിന് പറ്റിയത്? എന്താ ഞാൻ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? ഞങ്ങളെ മനസ്സിലതില്ല, പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്തു. എന്താ ഞങ്ങൾ ചെയ്ത കാര്യം? ഞങ്ങൾ, അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിക്കണം കേട്ടോ. അദ്ദേഹം പറയാണ്, നാറിയവനെ പേറിയാൽ അത് ഞങ്ങൾക്ക് സംഭവിച്ചു പോയി. ഞങ്ങൾ ഇവരൊക്കെ പേറി നടന്നു. ആരെ? സക്കരിയ സലാഹിനെയും ജബ്ബാർ മൗലവി അടക്കമുള്ളവരെ ഞങ്ങൾ പേറി നടന്നു. അങ്ങനെ തെറ്റ് ഞങ്ങൾ സംഭവിച്ചു പോയിട്ട് കേൾക്കും. വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട്, ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാനാവില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പറയാം, നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. കണ്ടത് എന്താ മനസ്സിലുള്ളത്? നാറിയവനെ പേറി നടന്നോ? എന്റെ മുസ്ലിമീങ്ങളെ ആലോചിക്കുന്നു. ഇനി കുറച്ചു കഴിഞ്ഞ ഇവരുടെ പിൻഗാമികൾ പറയില്ലേ, ഞങ്ങളും നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്, പറയില്ലേ? എന്തിനാ നമ്മളിത് നടക്കുന്നത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ആലോചിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി, ഒന്നുകൂടി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാലങ്ങൾക്ക് മുന്നേ ഇവരെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെ ഒരു ടീം വരുമെന്നും ആ ടീമിന്റെ സ്വഭാവം പറഞ്ഞപ്പോൾ നബി പറഞ്ഞെന്താ? അവരിങ്ങനെ യഖ്റഊനൽ ഖുർആൻ, ഖുർആനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഖുർആനിക ആയത്തുകൾ ഇങ്ങനെ തുരുതുരാ ഓതിക്കൊണ്ടിരിക്കും. പേജിലും ഒക്കെ ഒട്ടേറെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അവരുടെ ഈമാൻ തൊണ്ടക്കുയിന്റെ കീപ്പോട്ടിറങ്ങില്ല, മനസ്സിലുള്ളതല്ല അവർ പറയുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹ്. അന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം തുറന്നു പറഞ്ഞില്ലേ, 6 കൊല്ലം ഞങ്ങൾ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാ, ഞങ്ങളുടെ മനസ്സിലില്ലാത്ത ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നത് മനസ്സിലുണ്ടോ ഇല്ലെങ്കിൽ ഉറപ്പാക്കാം. ഒരു 6 കൊല്ലം കിട്ട് പറയില്ലേ, ഞങ്ങൾ ഒന്നുകൂടി നിങ്ങളെ പറ്റിച്ചു, മാപ്പാക്കണം 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 പറയില്ലേ? ഇത് ചെറിയ വിഷയമാണോ? നിങ്ങൾ അറിയണം, ഇതിന്റെ ഗൗരവം ചിന്തിക്കണം. ഇത് ഷിർക്ക് തൗഹീദ്, ഇതാണ് വിഷയം. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളോട് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത്?
ഞാൻ ഇപ്പൊ നിങ്ങളെ നമ്മൾ കുഫർ പഠിപ്പിച്ചു പോയി, ഷിർക്ക് പഠിപ്പിച്ചു പോയി. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് ഞാൻ ഒരു 10 കൊല്ലം ഒന്ന് പ്രസംഗിക്കാം. വേങ്ങലിൽ ഞാൻ കൊണ്ടുവന്നപ്പോ നിങ്ങളോടൊക്കെ ഞാൻ തൗഹീദിനെ കുറിച്ച് ഷിർക്ക് എന്ന് പറഞ്ഞിരുന്നു, ഷിർക്കിനെ കുറിച്ച് തൗഹീദ് എന്ന് പറഞ്ഞിരുന്നു. മാപ്പാക്കണേ, കാര്യമുണ്ടോ? ഷിർക്ക് പ്രചരിപ്പിച്ചാൽ ഞാൻ മുശ്രിക്കാവൂലേ, ഇസ്ലാം എന്ന് പുറത്താവൂലേ? ആദിക്കുന്നൊരു നവ മുസ്ലിം ആവണ്ടേ, ഷഹാദത്തിലും ഇസ്ലാമിലേക്ക് വരണ്ടേ? അദ്ദേഹം പറയാ ഞാൻ തൗബീദ് ചെയ്യുന്നു. ഏതിന്? ഈ 6 വർഷക്കാലം ഈ സമുദായത്തിന് ഞാൻ തെറ്റുപഠിപ്പിച്ചു കൊടുത്തു, ഷിർക്ക് പഠിപ്പിച്ചു, കുഫ്ർ പഠിപ്പിച്ചു. ഞാനിതാ അത്തൂബിലല്ലാഹ്, അത്തൂബിലല്ലാഹ്, അത്തൂബിലല്ലാഹ്. ഇതാരെ പറയണത്? കേന്നമുക ഔദ്യോഗിക ഗ്രൂപ്പുകാരെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ ഇപ്പൊ പറയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, 6 കൊല്ലം ഞങ്ങൾ പഠിപ്പിച്ച് ഷിർക്കായിരുന്നു. കേൾക്കൂ നിങ്ങൾ. സ്വീകരിച്ചിട്ട് ദീനിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു വരണേ. 6 കൊല്ലം പറഞ്ഞു വെച്ചപ്പോ പറയാ തൂബിലല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, മരണപ്പെട്ടുപോയ പാവം മുജാഹിദ് സഹോദരങ്ങൾ, ഈ 2012 എത്ര പാവം മുജാഹിദുകളാ മരണപ്പെട്ടു പോയത്? അവർക്കൊന്നും ഇവര് പറയുന്നത് കേൾക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ ഇതാണ് ശരിയെന്ന് വിശ്വസിച്ച് മരണപ്പെട്ടു പോയവരല്ലേ? ആ പാവങ്ങൾ എന്ത് ചെയ്യും? ആ പാവം സഹോദരങ്ങൾ എന്ത് ചെയ്യും? പെട്ടുപോയ മുജാഹിദ് സഹോദര, ഒരു പക്ഷേ ഇന്നോ നാളെയോ നിങ്ങളും മരണപ്പെട്ടേക്കാ. അപ്പോഴായിരിക്കും 2014 വന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ നേതാക്കന്മാര് പറയുക ഞങ്ങൾ 2012 പ്രചരിപ്പിച്ചൊക്കെ തെറ്റായിരുന്നു, ഷിർക്കായിരുന്നു. അത്തൂബിറല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അല്പമെങ്കിലും പരലോകത്തെക്കുറിച്ച് പേടിയുള്ള, അല്ലാഹ് എന്ന ചിന്തയുള്ള മുസ്ലിമെ ആലോചിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരല്ലേ ആലോചിക്കുക. ഇത് ചെറിയ വിഷയമല്ലല്ലോ. ഇതിന്റെ പേരിലാണ് ഈ ഉമ്മത്തിനെ കാഫറാക്കിയത്. നിങ്ങൾ അറിയണം, ഇതിന്റെ പേരിലാണ് ഈ മുസ്ലിമീങ്ങളൊക്കെ നരകത്തിലേക്കാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ പരസ്യമായിട്ട്? സുന്നിയോട് ചോദിച്ചൊരു മൗലവി, മുജാഹിദ് ബാരിഷിനെ ചോദിച്ചെന്താ, സുന്നികളെ നിങ്ങൾ എന്തിനാ നരകം ചോദിച്ചു വാങ്ങുന്നവർ? നമ്മളൊക്കെ നരകത്തിന്റെ ആൾക്കാരാ, നരകത്തിന്റെ അടിത്തട്ടിലാ, നരകം ചോദിച്ചു വാങ്ങുന്നവരാ എന്നല്ലേ പ്രസംഗിച്ചിരുന്നത്? അങ്ങനെയല്ലേ ഒരു കാലത്ത് പറഞ്ഞിരുന്നത്? അദ്ദേഹം പറയുന്നത് കേൾക്കുന്നുങ്ങൾ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്, ഒന്ന് പറഞ്ഞോട്ടെ സുന്നികളോട്, സുന്നി സുഹൃത്തുക്കളോട്. എന്തിനാ നരകം ഇങ്ങനെ ചോദിച്ചു വാങ്ങണേ, എരന്ന് വാങ്ങണേ? എന്തിനാ നരക എരന്ന് സുന്നിയായിട്ട് വാങ്ങണേ? എന്തിനാണ്? കോമൺ സെൻസ് ഇല്ലേ? നമുക്ക് കോമൺ സെൻസ് ഇല്ലേ? നമുക്ക് കോമൺ സെൻസ് ഇല്ലാത്തപ്പോൾ അല്ലാഹുവോട് പറഞ്ഞിട്ട് പഠിച്ചവനെ ഞങ്ങളെ നരകത്തിലാക്കണേ, ഞങ്ങളെ നരകത്തിൽ കിടത്തണേ. നമ്മളൊക്കെ നരകത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് വരക്കെ. ഇപ്പൊ ഇതേ വ്യക്തി പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ് എന്നെ പുറത്താക്കി. ഇവിടുന്ന് പുറത്താക്കി? ഞാൻ മുജാഹിദ്, എന്റെ പേര് തന്നെ മുജാഹിദാണ്. എന്നെ മുജാഹിദിന് പുറത്താക്കിയതല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? എന്നെക്കുറിച്ച് ആരോപിക്കുന്നു ഞാൻ കാഫിറാണ്, ഞാൻ മുശ്രിക്കാണ്, ശിർക്ക് ആരോപിച്ചുകൊണ്ടാണ്, കുഫ്ർ ആരോപിച്ചുകൊണ്ടാണ് പുറത്താക്കുന്നത്. ഞാൻ ഇതുവരെ പുറത്താക്കിയെന്ന് ചോദിച്ചിരുന്നില്ല. അവരെന്നെ പലതും പറഞ്ഞിരുന്നു, ഞാനൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഞാൻ ഇപ്പോൾ പ്രതികരിക്കാനുള്ള കാരണം എന്നെക്കുറിച്ച് ശിർക്ക് ആരോപിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോ പ്രതികരിക്കുന്നത്. കേൾക്കണം, നിങ്ങൾ അറിയണം ആരായി പറയുന്നത്. നമ്മളെക്കുറിച്ച് നരകത്തിന്റെ ആളുകളാണ് പറഞ്ഞ ആള് ഇപ്പൊ കരയുകയാ, വേദനിക്കുകയാ. കേൾക്കും നിങ്ങൾ. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരിക്കണം. ഞാനുമായും വേറെ ചിലരുമായും ഒക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായി. ഞാൻ പ്രതികരിച്ചിട്ടേയില്ല. പത്രകോണങ്ങളിൽ പച്ച നുണവേറ്റി കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നേതൃത്വവുമായി ഒടക്കി തിരിഞ്ഞു എന്ന് മാധ്യമം എഴുതി. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രതികരിച്ചില്ല. മാത്രമല്ല, നിരന്തരമായി മാധ്യമത്തിൽ നിന്ന് വിളിച്ചു, പല പത്രങ്ങളിൽ നിന്നും വിളിച്ചു, ചാനലുകളിൽ ഉൾപ്പെടെ വിളിച്ചു, മടവൂരി നേതാക്കന്മാരെ വിളിച്ചു, പല ആളുകൾ. ഞാനവരോട് പറഞ്ഞത് നിങ്ങളോട് പറയാൻ എനിക്കൊന്നുമില്ല, എനിക്കൊരു നേതൃത്വമുണ്ട്, ഞാൻ അവിടെ പറയും, ഞാൻ അവരോട് പറയും. പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എന്റെ നിലപാടിൽ തീരെ വിരുദ്ധ സമീപനമുണ്ടോ? നിങ്ങൾ പറ.
ജനങ്ങളെ, നിങ്ങൾ പഠിച്ച ദീനനുസരിച്ച് നിങ്ങൾ പറ ഉണ്ടോ? 2.5 മാസക്കാലം എനിക്ക് നേരെ വന്ന പല ആരോപണങ്ങളും ഞാൻ ക്ഷമിച്ചു വിശദീകരിച്ചില്ല. അതൊക്കെ വ്യക്തിപരമാണ്. എന്നാൽ ഞാൻ ഇതുവരെ എന്നെ കുറിച്ച് പറഞ്ഞൊക്കെ വ്യക്തിപരമായ വിഷയമാണ്. ഇപ്പൊ ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇപ്പോഴോ, ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ മുശ്രിക്കാരംഭിക്കാണ്. ഞാൻ നരകാവകാശിയാകുന്നു, മുശ്രിക്കാകുന്നു എന്നൊരു പത്രത്തിൽ അത് ഞാൻ വിടില്ല. അത് ഞാൻ വിടില്ല. വിടൂല. ആരായി പറയണത്? സുന്നികളെ, നിങ്ങളെന്തിനാ നരകൻ ചോദിക്കുന്നത്, എരന്ന് വാങ്ങണത്? ഇതിന്റെ വാക്ക് നിങ്ങൾ കേട്ടല്ലോ. കോമൺ സെൻസ് ഇല്ല നിങ്ങൾക്ക്. അയാളിപ്പോ പറയാണ്, എന്നെക്കുറിച്ച് പത്രം എഴുതുകയാ, മറുഭാഗം കേന്ദ്രമുകാർ പറയുകയാ ഞാൻ മുശ്രിക്ക, ഞാൻ നരകത്തിന്റെ ആളാ. എന്നിട്ടുള്ള പൊട്ടിക്കറിയാ, അത് കരഞ്ഞിട്ട് പറയാ ഞാൻ ഖുറാഫിയല്ല, ഞാൻ മുശ്രിക്കല്ല. ആര്? ഇതേ മൗലവി പൊട്ടിക്കരയുകയാ. നിങ്ങൾ അറിയണം, നമുക്കെത്ര വേദനയുണ്ടായിട്ടുണ്ട് ഈ ഉമ്മത്തിനെ കുറിച്ച്, ഈ സമുദായത്തെ കുറിച്ച്, നമ്മുടെ അഭിബന്ധരായ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞില്ലേ, ഇവരുടെ ഒന്നും ഇസ്ലാം ശരിയല്ല, ഇവരുടെ ദീനൊന്നും ശരിയല്ല, ഇവരുടെ തൗഹീദ് ശരിയല്ല, ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പറഞ്ഞപ്പോ നമ്മളെത്ര വേദനിച്ചു പോയി, എത്ര പ്രയാസപ്പെട്ടു പോയി. എന്താണ് ആരോപിക്കുന്നത്? ഒരു മദ്യപാനിയാണെന്നല്ലോ, വ്യഭിചാരിയാണെന്നല്ലോ, അതിലേറെ ഗൗരവമാണല്ലോ കാഫിറ, ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയുന്ന അതിഗുരുതരമായ ആരോപണമല്ലേ ആരോപിക്കുന്നത്? നമ്മളെത്ര പ്രയാസപ്പെട്ടുപോയി. നമ്മളെപ്പോഴൊക്കെ ശപിച്ചുകൊണ്ട് വേദനയോടുകൂടെ പറഞ്ഞ അരുത് സഹോദര, അരുത്. ഞങ്ങളെക്കുറിച്ച് ഖുറാഫി എന്ന് പറയരുത്, ഞങ്ങളെക്കുറിച്ച് കാഫിർ എന്ന് പറയരുത്, ഞങ്ങളെക്കുറിച്ച് മുശ്രിക് എന്ന് പറയരുത്. ഇവിടുത്തെ അഭിമന്യരായ നേതാക്കന്മാരെ കുറിച്ച്, മമ്പരം തങ്ങളെ കുറിച്ച്, മഖ്ദൂമിനെ കുറിച്ച്, സഹാബാക്കളെ കുറിച്ച്, താബിഈങ്ങളെ കുറിച്ച്, അഭിമന്യരായ മഹത്തുക്കളായ നല്ലവരായ ആളുകളെ കുറിച്ച് ഈ രീതിയിൽ ആരോപണം ശരിയല്ല, നിർത്തിവെക്കണം എന്ന് പറഞ്ഞപ്പോ അന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല, അന്നവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് പറഞ്ഞു, ഞങ്ങൾ ആരുടെ മുഖത്ത് നോക്കി ഞങ്ങൾ ഖുറാഫിയാണെന്ന് പറയും, ഞങ്ങൾ മുശ്രിക്കാണെന്ന് പറയും, ഞങ്ങൾ കാഫിറാണെന്ന് പറയും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ പറയുക, ഞാൻ ഖുറാഫിയല്ല, ഞാൻ മുശ്രിക്കല്ല. സഹോദരങ്ങളെ, അള്ളാഹു കേൾക്കുന്നുണ്ടല്ലോ എന്നെക്കുറിച്ച് ഇവർ കുഫ്ർ ആരോപിക്കുന്നത്. ഇത് മുമ്പ് അള്ളാഹ് കേട്ടിരുന്നു. അള്ളാഹ് മുമ്പും കേട്ട വിഷയം തന്നെയാണ്. ഈ ഉമ്മത്തിനെ കുറിച്ച് ഒന്നടങ്കം പറഞ്ഞപ്പോ, ഇസ്തിഗാസ നടത്തിയതിന്റെ പേരിൽ, സഹായം തേടിയതിന്റെ പേരിൽ ഈ സമുദായത്തെക്കുറിച്ച് കുഫ്ർ ആരോപിച്ചപ്പോ അന്ന് അള്ളാഹ് കേട്ടിട്ടുണ്ട്. അന്ന് പടച്ചോൻ കേട്ടതാണ്. ഇന്നാട്ടല്ലേ കേൾക്കു തുടങ്ങിയത്? അന്ന് അള്ളാഹ് കേട്ടതാണ്. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരിയും സക്കരിയ സലാഹിയും ഒക്കെ വേദനയോടുകൂടെ പറയുകയാണ്, ഞങ്ങളെ പുറത്താക്കിയതല്ല പ്രശ്നം, ഞങ്ങളെ പുറത്താക്കിയതല്ല ഞങ്ങളുടെ പ്രശ്നം. സക്കരിയ സലാഹിയും പറയുന്നുണ്ട്, പിന്നെന്താ പ്രശ്നം? പുറത്താക്കിയതല്ല പ്രശ്നം, ഞങ്ങളെക്കുറിച്ച് ശിർക്ക് ആരോപിക്കുന്നു, അത് സഹിക്കാൻ കഴിയുന്നില്ല, അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കുക. എന്തിന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കണം? എന്തിന് നമ്മളിതിന്റെ പിന്നാലെ നിൽക്കണം? ഈ പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ എന്ത് നിൽക്കണം? 2012 തൗഹീദ് 2012 ഇനിയും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ സമയം വളരെ വൈകിയതുകൊണ്ട് അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മുഖാമുഖത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യം വരുമ്പോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അപ്പോൾ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ 2 മണിക്കൂറെങ്കിലും മുഖാമുഖത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. 10 മണി വരെയാണ് നമ്മൾ സമയം അനുവദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി വശങ്ങൾ ക്ലിപ്പിംഗ് സഹിതം തന്നെ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രശ്നമാണ് ജിന്നിവാദം. അതൊക്കെ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. ഈ ചോദ്യകർത്താക്കൾക്ക്, കാരണം നമ്മൾ നേരിട്ട് ഇവർക്ക് എടുത്തു കൊടുത്തതാണ്, അല്ലെ? എടുത്തു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവർ വന്നിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അവരുടെ നേതാക്കന്മാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നു. വളരെ താല്പര്യത്തോടുകൂടെ അവർക്ക് വേണ്ടി നമ്മളിവിടെ സീറ്റ് ഒഴിഞ്ഞിട്ടിട്ടുണ്ട്. അത് അവർക്കുള്ളതാണ്. നമ്മുടെ പ്രവർത്തകന്മാർ ആർക്കും ചോദിക്കാൻ വരരുത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട, അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിൽ പെട്ടുപോയ, പുത്തനാശയത്തിൽ പെട്ടുപോയ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർക്കാണ് ഇപ്പോൾ അവസരം. അവർ വരുന്നില്ലെങ്കിൽ അവർ നമ്മൾ പ്രവർത്തനം കാത്തു നിൽക്കും. വരുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ അതുവരെ ശ്രമിക്കണം. അവർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കത്ത് കൊടുത്ത് വളരെ മാന്യമായ രീതിയിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ കത്ത് കൊടുത്തു, അല്ലെ? കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടില്ലേ?
ലെറ്റർപ്പെടുത്തി നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് കിട്ടിയവർ വരുമെന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. കാരണം നമ്മളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് സംവാദത്തിന് ഒളിച്ചോടുന്ന ആൾക്കാരാണ്, മുഖാമുഖത്തിന് ഒളിച്ചോടുന്ന ആൾക്കാരാണ്. യന്ത്രാക്കം കൂടിയാണ് നമ്മൾ ഈ വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് മുജാഹിദിന്റെ വല്ല പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർ കടന്നു വരണം. അവർക്ക് ചോദിക്കാനുള്ള അവസരമാണ്. കടന്നു വന്ന് അവരുടെ പേര് പറയുക, സംഘടനയുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെങ്കിലും അത് പറയുക, നാടും പറയുക. എന്നിട്ട് അവർ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് സുന്നികളും അസുന്നികളും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചായിരിക്കണം ചോദിക്കേണ്ടത്. മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇപ്പൊ ചോദ്യങ്ങളില്ല. നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഇപ്പൊ മസ്അലപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ പലർക്കുണ്ടാവും. അത് നമ്മളിപ്പോ അതിനുള്ള വേദിയല്ലേത്, അതിനുവേണ്ടി നമുക്ക് വേറെ വേദി കെട്ടാം. മസ്അലപരമായി കൊണ്ട് നിസ്കാരത്തില് റുക്വയിൽ എന്താ ചെല്ലേണ്ടത്, ഏറ്റുദാലിൽ എന്താ ചെല്ലേണ്ടത്, അതൊക്കെ സംശയമുള്ളവരുണ്ടാവും. അതിന് നമുക്ക് വേറെ വേദിയാവാം. ഇപ്പൊ നമ്മൾ ഈ വേദി വെച്ചിരിക്കുന്നത് നമ്മക്കിടയിലുള്ള സുന്നികളും അസുന്നികളും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ, അതിലെ സംശയങ്ങൾ തീർക്കാനാണ്. സംശയമുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിലേക്കപ്പെട്ട വല്ല പ്രവർത്തകന്മാരുമുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വളരെ മാന്യമായി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇവിടെ വരികയും മാന്യമായി കൊണ്ടൊരു പേരും സംഘടനാ ബന്ധവും അതോടൊപ്പം നാടും പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യമൊന്നുമില്ല, ഒരു ചോദ്യം ചോദിക്കാം, അതിന് മറുപടി പറയും. മറുപടി പറയുമ്പോൾ നിങ്ങൾ തൃപ്തിയായി എന്ന് പറയാ, ഇല്ലെങ്കിൽ പറയാ തൃപ്തിയായില്ല ഇഞ്ഞും പറഞ്ഞുതരും. എന്നിട്ട് പിന്നെ അതിൽ ഉപചോദ്യം ഇനിയും ചോദിക്കാം, അതിൽ ഉപചോദ്യം അതും ചോദിക്കാം. പക്ഷെ മർക്കളം വിട്ടൊന്നും പാടില്ല. സംശയം തീരണമെന്ന നല്ല ചിന്തയോടുകൂടെ മാന്യമായി ചോദിക്കുക. ഇൻഷാ അല്ലാഹ് വളരെ മാന്യമായി തന്നെ മറുപടി അറിയും. ചോദിക്കുമ്പോ ചോദ്യകർത്താക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ള കയ്യടിയോ തക്ബീർ മുഴക്കൊന്നും വേണ്ട. തക്ബീർ ചൊല്ലി പുണ്ണില്ലാത്തതുകൊണ്ടൊന്നല്ല, പക്ഷെ തക്ബീർ ചൊല്ലിയിട്ട് അവർ പറയും നിങ്ങൾ തക്ബീർ അല്ലേ ഞങ്ങളെ പേടിപ്പിച്ചു എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും വേണ്ട. അവരെ അലോസരപ്പെടുത്തുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആരും ഉണ്ടാക്കരുത്. അവരെ കടന്നു വരാനും ചോദിക്കാനുള്ള സാഹചര്യം സംഘാടകർ ഒരുക്കണം. ഇവിടെ കസാര ഇട്ടിട്ടുണ്ട്. നേരിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ അനുവദിക്കുള്ളൂ. കത്ത് മുഖേന കൊടുക്കുന്ന ചോദ്യങ്ങൾ